നമുക്കൊപ്പം ഇപ്പോൾ കോഴിക്കോട് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അതിഥിയായി ചേരുന്നുണ്ട്. ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, ഒരുപക്ഷെ താങ്കളെ ആർച്ച് ബിഷപ്പായി ഉള്ള ആ ഉത്തരവിലായിരിക്കും അദ്ദേഹം അവസാനമായി ഒപ്പിട്ടത്. ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ ഓർഡർ അതായിരിക്കണം, നമ്മൾ അങ്ങനെയാണ് കണക്കാക്കുന്നത്. താങ്കൾക്ക് ആ ഒരു ഓർമ്മയുണ്ട്, ആ ഒരു അനുഭവം കൂടിയുണ്ട്. പോരാത്തതിന് വ്യക്തിപരമായ അടുപ്പമുണ്ട്. എങ്ങനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിക്കുന്നത് താങ്കൾ? ഇവിടെ പറഞ്ഞത് വളരെ ശരിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഏപ്രിൽ 12-നാണ് എന്നെ കോഴിക്കോട് അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായി ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ 102 വർഷങ്ങൾ പ്രായമുള്ള കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ആർച്ച് ഡയസായിട്ട് അദ്ദേഹം ഉയർത്തുകയുണ്ടായി. എനിക്ക് ഈ വാർത്ത ഏറ്റവും സങ്കടകരമായിട്ടുള്ള വാർത്തയാണ്, ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. ഞാൻ വളരെ ഞെട്ടലോടുകൂടിയാണ് ഇത് കേട്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ രോഗം മാറിയെന്നും അദ്ദേഹം വത്തിക്കാനിലേക്ക് തിരിച്ചു വന്നെന്നൊക്കെ അറിഞ്ഞപ്പോൾ വേഗം തന്നെ അദ്ദേഹത്തെ പോയി കാണണമെന്നും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങണമെന്നും ഞാൻ ചിന്തിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. പക്ഷേ സ്വർഗത്തിലിരുന്ന് കോഴിക്കോട് അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനായ എന്നെയും അനുഗ്രഹിക്കുമെന്ന്, ധാരാളം അനുഗ്രഹങ്ങൾ വർഷിച്ചു നൽകുമെന്ന് വിശ്വസിക്കുകയാണ്. ഒരുപക്ഷെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവസാനമായിട്ട് ഒരു ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തിക്കൊണ്ട് ഒപ്പിട്ട പേപ്പർ എൻ്റേതായിരിക്കാനാണ് വഴി. അതുപോലെ തന്നെ അവസാനമായിട്ട് ഒരു ആർച്ച് ഡയസായിട്ട് മാറ്റിയത് കോഴിക്കോട് രൂപതയായിരിക്കും. അപ്പോൾ കോഴിക്കോട് രൂപതയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് ഈ ഫ്രാൻസിസ് പാപ്പയെന്ന് പറയാൻ ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും. ഒപ്പം നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുന്നത് ഫ്രാൻസിസ് അസീസിയുടെ അതേ നാമധേയം സ്വീകരിച്ച അദ്ദേഹം ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി, നിന്ദിതരും പീഡിതരുമായ മനുഷ്യർക്ക് വേണ്ടി, അഭയാർത്ഥികൾക്ക് വേണ്ടി, പുറന്തള്ളപ്പെട്ടവർക്ക് വേണ്ടി, അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഒരുപക്ഷെ ഒരു മതനേതാവ് എന്നുള്ളതിനപ്പുറത്ത് സമാധാനത്തിൻ്റെ ഒരു ലോകദൂതൻ എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് എത്രമാത്രം ലോകരാഷ്ട്രങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ളത് വേറെ വിഷയമാണെങ്കിൽ പോലും അദ്ദേഹം നിതാന്തമായി അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നിരുന്നു. അങ്ങനെ പോപ്പിൻ്റെ മാനവിക ദർശനത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മാനവിക ദർശനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിഞ്ചെന്ന ദർശനം ഒരു ഇൻക്ലൂസീവ് സ്പിരിച്വാലിറ്റി എന്ന് പറയാം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, അംഗീകരിക്കുന്ന, ആലിംഗനം ചെയ്യുന്ന ഒരു ആധ്യാത്മികത അല്ലെങ്കിൽ ഒരു ദർശനം. അദ്ദേഹം ഒരിക്കലും ആരെയും മാറ്റി നിർത്തിയില്ല. എന്നാൽ പ്രത്യേകിച്ച് ദരിദ്രരിലേക്ക്, പാവപ്പെട്ടവരിലേക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക്, അഭയാർത്ഥികളിലേക്കൊക്കെ സഭ കടന്നു ചെല്ലണമെന്ന് പ്രത്യേകം പഠിപ്പിക്കുകയും അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധത്തെ അദ്ദേഹം കണ്ടത് ഒരു ഭ്രാന്തായിട്ടാണ്. മനുഷ്യരെ നശിപ്പിക്കുന്ന, മനുഷ്യരെ കൊല്ലുന്ന ആ യുദ്ധങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം അവസാനം വരെ എടുത്തു പറഞ്ഞു. അവസാനം ഇസ്രായേലും അതുപോലെ അങ്ങനെ നടക്കുന്ന ആ യുദ്ധത്തെക്കുറിച്ചൊക്കെ പരാമർശം നടത്തിയിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആദ്യം മുതലേ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതിനുവേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളോട് മാർപ്പാപ്പ വ്യക്തിപരമായിട്ട് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ലോകത്ത് അദ്ദേഹം ഇനി അറിയപ്പെടുക, ലോക മനസ്സാക്ഷിയെ ഉണർത്തിയ, പുതിയൊരു ദിശാബോധം നൽകിയ ഒരു വ്യക്തിയായിട്ടാണ്. വെറും കത്തോലിക്ക സഭയുടെ ഒരു മാർപ്പാപ്പയായിട്ടല്ല, മറിച്ച് മനുഷ്യരാശിയെ വളർത്താൻ വേണ്ടി, ഉയർത്താൻ വേണ്ടി പ്രവർത്തിച്ച ഒരു പാപ്പയായിട്ടായിരിക്കും
എല്ലാവരും അദ്ദേഹത്തെ കാണുക. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് അദ്ദേഹം ഒരു രണ്ടാമത്തെ ഫ്രാൻസിസ് അസീസി ആയിരിക്കും ചരിത്രത്തിൽ നിന്ന്. ഫ്രാൻസിസ് അസീസിയുടെ പേരെടുത്തുകൊണ്ട് ലാളിത്യവും ദാരിദ്ര്യവും വിനയവും ഒക്കെ ജീവിച്ച് അദ്ദേഹം ഇനി ചരിത്രത്തിൽ അറിയപ്പെടുക രണ്ടാമത്തെ ഫ്രാൻസിസ് അസീസി എന്നായിരിക്കും. ഫ്രാൻസിസ് അസീസി അറിയപ്പെട്ടിരുന്നത് രണ്ടാമത്തെ ക്രിസ്തു എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ മാർപ്പാപ്പയും ഇങ്ങനെ അറിയപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.